ഹലോ ഓൾ. കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിൽ EVS വിഷയത്തിൽ ഗ്രഹങ്ങൾ എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സമുദ്രത്തിൻ്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമായ നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ വാനനിരീക്ഷകൻ ജോഹാൻ ഗാലി 1846 നെപ്റ്റ്യൂണിലെ ഉപരിതല താപനില -200°C. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിൻ്റെ പരിക്രമണ വേഗത 5.4 km/s ആണ്. സൂര്യനിൽ നിന്നുമുള്ള അകലം 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം നെപ്റ്റ്യൂണിനാണ്. നെപ്റ്റ്യൂണിന് 14ഓളം ഉപഗ്രഹങ്ങളുണ്ട്. ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ട്രൈറ്റൺ. മാതൃഗ്രഹത്തിൻ്റെ ഭ്രമണത്തിൻ്റെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ട്രൈറ്റൺ. സൗരയൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഉപഗ്രഹമാണ് ട്രൈറ്റൺ. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ 2. മാന്ത്രികൻ്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് ദൃശ്യമാകുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.